ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024 എക്സാംസ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു വരികയാണ് അല്ലെ. SBI ക്ലർക്ക് മെയിൻസിന്റെ എക്സാം കഴിഞ്ഞു. ഇനി നമ്മൾ 2025 നമ്മളെ കാത്തിരിക്കുന്ന എക്സാംസിലേക്കാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്. അതിൽ നമ്മളെ ആദ്യം വരാനുള്ള എക്സാം എന്ന് പറയുന്നത് RRB PO ആൻഡ് RRB ക്ലർക്കാണ്. റീജിയണൽ റൂറൽ ബാങ്ക് എക്സാംസ് ആണ്. RRB POയും ഓഫീസ് അസിസ്റ്റന്റും. നമ്മുടെ ബാങ്ക് എക്സാമിന്റെ സീസൺ 2025 ബാങ്ക് എക്സാമിന്റെ സീസൺ ജൂലൈ 27 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനി എത്ര ദിവസം ഉണ്ടല്ലേ നമുക്ക് എക്സാമിന്? എങ്ങനെ പഠിക്കണം? ശരിക്കും നമുക്കറിയാം ബാങ്ക് എക്സാമിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും RRB ഫോക്കസ് ചെയ്ത് നമുക്ക് എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു 100 ദിവസം ആദ്യം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഈ ഒരു 100 ദിവസം എങ്ങനെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് RRB POയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ? യെസ്, ആദ്യം തന്നെ നമുക്ക് കലണ്ടർ ഒന്ന് പരിശോധിക്കാം. IBPS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ നമ്മുടെ RRB എക്സാം എന്നാണ് നടക്കുന്നത്. RRBയുടെ മാത്രമല്ല IBPS POയും IBPS ക്ലർക്കും എന്നാണ് നടക്കുന്നത് എന്നുള്ളത് കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ RRB PO ഓഫീസർ സ്കെയിൽ 1 എക്സാം നടക്കുക. അതിന്റെ പ്രിലിമിനറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 27 അന്ന് മാത്രമല്ല ഓഗസ്റ്റ് 2 അതേപോലെ തന്നെ ഓഗസ്റ്റ് 3 നമുക്ക് RRB POയുടെ പ്രിലിംസ് എക്സാം ഉണ്ട് അല്ലെ. ഓക്കെ, ഇനി അതിന്റെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ്, അതായത് നമ്മളിപ്പം RRB PO ആണ് പറഞ്ഞത്, അതേപോലെ തന്നെ RRB ക്ലർക്കിന്റെ പ്രിലിംസ് വരിക ഓഗസ്റ്റ് 30, അതേപോലെ തന്നെ സെപ്റ്റംബർ 6 സെപ്റ്റംബർ 7 ഈ 3 ദിവസമായിട്ടായിരിക്കും നമ്മളുടെ RRB ക്ലർക്കിന്റെ പ്രിലിംസ് നടക്കുക. ഇതിപ്പോ രണ്ടും ഞാൻ പറഞ്ഞത് പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ് ആണ്. അപ്പൊ ശരിക്കും ഓഗസ്റ്റ് പറയാം അല്ലെ. ജൂലൈ 27 ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലായിരിക്കും RRB POയുടെ എക്സാം. അതേപോലെ തന്നെ നമ്മുടെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കും ഓഗസ്റ്റ് ലാസ്റ്റും ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ RRB ക്ലർക്ക്, RRB ഓഫീസ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ എക്സാം. മെയിൻസ് എക്സാം എന്നാണെന്നൊന്ന് നോക്കിക്കേ. നമ്മളുടെ RRB POയുടെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ 13 RRB ക്ലർക്കിന്റെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് നവംബർ 9 നല്ല വ്യത്യാസമുണ്ട് അല്ലെ. അതായത് RRB PO സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിരിക്കും 13 അതേപോലെ തന്നെ നവംബർ 9 പിന്നെയും ഒരു മാസം കൂടെ നമുക്ക് എന്തിന് കിട്ടുന്നുണ്ട്? RRB ക്ലർക്ക് മെയിൻസിന് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞ RRB ക്ലർക്കിന്റെ പ്രിലിംസും മെയിൻസും തമ്മിൽ ഇച്ചിരി അത്യാവശ്യം നല്ല ഗ്യാപ്പ് നമുക്ക് ഈ ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യണ്ടേ? യെസ്. ഇനി നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്? തുടക്കക്കാർക്ക് ഇത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്നല്ല, ഇതിനെ പറ്റിയിട്ട് ഒരു അറിവ്, എങ്ങനെയാണ് എക്സാം എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ബാങ്ക് എക്സാമിന് 4 സബ്ജക്ട് മാത്രമാണ് പഠിക്കാനുള്ളത്. ഏറ്റവും കുറവ് സിലബസ് ഉള്ള എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാങ്ക് എക്സാം ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, സിംപ്ലി പറഞ്ഞാൽ നമ്മളുടെ മാത്സ്, ദെൻ റീസണിങ്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്. നമുക്ക് RRB PO ആണെങ്കിൽ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഉണ്ടാകും. RRB ക്ലർക്ക് ആണെങ്കിൽ പ്രിലിംസും മെയിൻസും മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷനോ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ RRB PO ആണെങ്കിലും RRB ക്ലർക്ക് ആണെങ്കിലും നമുക്ക് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് പ്രിലിംസ് ആണ്. അതിന് നമുക്ക് 2 സബ്ജക്ട് മാത്രം പഠിച്ചാൽ മതി. സാധാരണ പ്രിലിംസിന് ഇംഗ്ലീഷും കൂടെ വരാറുണ്ട്. പക്ഷെ RRBയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പ്രിലിംസിനില്ല. സോ ഇംഗ്ലീഷ് വീക്ക് ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് നെഗറ്റീവ് കൂടുതൽ വരുന്നു, ഇംഗ്ലീഷ് എനിക്ക് ഇച്ചിരി വീക്കാണ് എന്നുള്ളവർക്ക് നന്നായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് നമ്മുടെ RRB POയും RRB ക്ലർക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും രണ്ടിനും 40 ക്വസ്റ്റ്യൻസ് വീതമാണ്. ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ്. ഇത് കൂടാതെ നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. എന്താ ഈ സെക്ഷണൽ ടൈമിംഗ്? ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർക്ക് എന്താണ് ഈ സെക്ഷണൽ ടൈമിംഗ് എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഒന്നുമില്ല. ഇപ്പൊ ആദ്യം നമ്മുടെ റീസണിങ് സെക്ഷൻ ആണെങ്കിൽ റീസണിങ് സെക്ഷനിലെ 40 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 25 മിനിറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ആ 25 മിനിറ്റ് കൊണ്ട് വേണം നമ്മൾ ഈ 40 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാനായിട്ട്? സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ആൻസർ മാർക്ക് ചെയ്യാൻ. അതേപോലെ തന്നെ അടുത്ത 20 മിനിറ്റ്, 25 മിനിറ്റ്സ് ഇല്ല ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്, 20 മിനിറ്റും 40 ക്വസ്റ്റ്യനുമാണ്. അപ്പൊ ടോട്ടൽ 80 ക്വസ്റ്റ്യൻ, 80 മാർക്ക്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്. അത് റീസണിങ്ങിനാണ് കൂടുതൽ ടൈം കൊടുത്തിരിക്കുന്നത്. 25 മിനിറ്റും 40 ക്വസ്റ്റ്യനും, 20 മിനിറ്റും 40 ക്വസ്റ്റ്യനും.
പക്ഷേ ആദ്യത്തെ 25 മിനിറ്റ് കഴിഞ്ഞാൽ റീസണിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നത്. ഈ സെക്ഷണൽ ടൈമിംഗ് പോലെ തന്നെ സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും. നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ പ്രിലിംസിന്റെ കാര്യം അത്യാവശ്യം ക്ലിയർ ആയല്ലോ. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഉണ്ടായിരിക്കും, 40 ക്വസ്റ്റ്യനും 25 മിനിറ്റും 40 ക്വസ്റ്റ്യനും 20 മിനിറ്റും. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് പോലും കിട്ടുന്നില്ല. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും എന്തുണ്ടായിരിക്കണം? സ്പീഡും ആക്യുറസിയും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ടെൻസ്ഡ് ആകണ്ട. എന്ത് ചെയ്യണം? ഇനിയുള്ള സമയം ഇന്ന് തൊട്ട് പഠിച്ചാൽ എനിക്ക് RRB ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇനി RRB PO മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് 4 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. മെയിൻസിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം, നമുക്ക് പ്രിലിംസിന് റീസണിങ്ങും ക്വാണ്ടും മാത്രമേ ഉള്ളെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് റീസണിങ് ഉണ്ടാകും. അത് 40 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്. ചില ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദെൻ അതിന് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് അരമണിക്കൂറാണ്, 30 മിനിറ്റ് ആണ്. ജനറൽ അവയർനെസ് പേപ്പർ ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഏത് ബാങ്ക് എക്സാമിനും പ്രിലിംസിന് ജനറൽ അവയർനെസ് ഇല്ല, അതായത് ബാങ്കിങ് അവയർനെസ് ചോദിക്കാറില്ല. മെയിൻസിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഒറ്റ കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞോട്ടെ, ഇന്ന് തൊട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഈ നിമിഷം തൊട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളുക. കാരണം നമുക്ക് ഒട്ടും സമയമില്ല. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ആ സബ്ജക്ട് വരുമ്പോൾ. അതും 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 15 മിനിറ്റ്. 15 മിനിറ്റിലാണ് 40 ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി, സിംപ്ലി നമ്മളുടെ മാത്സ് തന്നെയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ്. 40 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. റീസണിംഗ് പോലെ തന്നെ 40 ക്വസ്റ്റ്യനും 50 മാർക്കും എത്ര മിനിറ്റ് ആണ്? എഗെയിൻ 30 മിനിറ്റ്. ഓക്കെ. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് മെയിൻസിനുണ്ട്, പ്രിലിംസിന് ഇല്ലാന്നേ ഉള്ളൂ. മെയിൻസിലേക്ക് വരുമ്പോൾ 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് എഗെയിൻ 30 മിനിറ്റ്. ഓക്കെ. ആൻഡ് ഒരു കാര്യമുണ്ട്, കമ്പ്യൂട്ടർ പേപ്പർ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ബാങ്ക് എക്സാം ആണ് നമ്മളുടെ RRB എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെക്ഷനിൽ. കാരണം നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. സെക്ഷണൽ കട്ട് ഓഫ് ഉറപ്പായിട്ടും നമ്മളുടെ എക്സാമിനുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ RRBക്കാണ് നമുക്ക് കമ്പ്യൂട്ടർ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അത് 40 ക്വസ്റ്റ്യനും 20 മാർക്കുവാ. ഒരു ക്വസ്റ്റ്യന് അരമാർക്ക് വീതമാണ്. പക്ഷേ സെക്ഷണൽ കട്ട് ഓഫ് ഉള്ളത് കൊണ്ട് കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ചേ പറ്റൂ. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ എത്ര ടൈമാണ് നമുക്ക് അതിന് കിട്ടുക? 15 മിനിറ്റ്സ് ആയിരിക്കും കിട്ടുക. ഇതാണ് നമ്മളുടെ മെയിൻസിന്റെ ഒരു എക്സാം പാറ്റേൺ. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയുന്നത്. ഓക്കെ. ഇനി സെക്ഷണൽ കട്ട് ഓഫ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അത് പ്രിലിംസിനും ഉണ്ടായിരിക്കും, മെയിൻസിനും ഉണ്ടായിരിക്കും. സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസണിങ് നമുക്ക് 50 മാർക്കാണ് അല്ലെ. മിനിമം ഇപ്പൊ 10 മാർക്ക്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. മിനിമം 10 മാർക്ക് വേണമെന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ 30 മേടിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ 40 മേടിച്ചിട്ടുണ്ടായിരിക്കും. മിനിമം 10 മാർക്ക് വേണമെന്നുണ്ട്. ബാക്കി എല്ലാത്തിനും നിങ്ങൾ ഫുള്ള് വാങ്ങി. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ബാക്കി എല്ലാത്തിനും നിങ്ങൾ ഫുള്ള് വാങ്ങി, പക്ഷെ റീസണിങ്ങിന് നിങ്ങൾ 7 മാർക്കേ മേടിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, എക്സാം ക്വാളിഫൈ ചെയ്യില്ല. കാരണം സെക്ഷണൽ കട്ട് ഓഫും നമ്മൾ ക്ലിയർ ചെയ്യണം, ഓവറോൾ കട്ട് ഓഫും ക്ലിയർ ചെയ്യണം. അതുകൊണ്ടാണ് ഓരോ സെക്ഷൻസിനും അവർ സെപ്പറേറ്റ് ടൈമിങ് തരുന്നത്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് പ്രിലിംസിനും ഉണ്ട്, മെയിൻസിനും ഉണ്ട്. ഓക്കെ, ഇതിപ്പം RRB POയുടെ പ്രിലിംസും മെയിൻസും ആണ് പറഞ്ഞത്. അതേപോലെ തന്നെ RRB ക്ലർക്കിനും റീസണിംഗ് ന്യൂമറിക്കൽ എബിലിറ്റി ആണ് പ്രിലിംസിന് ചോദിക്കുക. 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, 25 മിനിറ്റ് റീസണിങ്ങിന്, 20 മിനിറ്റ് ക്വാണ്ടിന്, ടോട്ടൽ 45 മിനിറ്റ്സ് ആയിരിക്കും പ്രിലിംസിന്റെ എക്സാം. പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല ഫോർ RRB ക്ലർക്ക്. സെയിം ആരുടെ പോലെ തന്നെ, RRB PO പോലെ തന്നെ. മെയിൻസിലേക്ക് വരുമ്പോൾ റീസണിങ്ങിനെ നോക്കിക്കേ, 40 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. അതേപോലെ തന്നെ ജനറൽ അവയർനെസ് പേപ്പർ 40 questions 40 marks and numerical ability again 40 questions and 50 marks and English ന് 40 questions 40 mark again computer 40 questions and 20 marks same അതേപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ പ്രിലിംസിന് നമുക്ക് 2 സബ്ജക്റ്റേ ഉള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും. രണ്ടിനും 40 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ട്. റീസണിങ്ങിന് 25 മിനിറ്റ് കിട്ടുമെങ്കിൽ ക്വാണ്ടിന് 20 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, മെയിൻസിലേക്ക് വരുമ്പോൾ 2 എക്സ്ട്രാ സബ്ജക്റ്റ് കൂടെ നമ്മൾ പഠിക്കണം. ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ് ആൻഡ് ദെൻ കമ്പ്യൂട്ടർ. അപ്പം അത്യാവശ്യം എന്താണ് സബ്ജക്റ്റ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ.
ഇനി എത്ര ദിവസമുണ്ട്, നമ്മൾ എങ്ങനെ പഠിക്കണം, ഇനി എത്ര ദിവസം നമ്മളുടെ മുന്നിലുണ്ട്? ഇനിയിപ്പോ ഏപ്രിൽ 15 അല്ലേ, അല്ലെങ്കിൽ ഏപ്രിൽ 15 ഇന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് ശരിക്കും നമ്മളുടെ പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് ജൂലൈ 27 RRB POയുടെ കാര്യമാണ് പറയുന്നത്. സോ ഒരു 103, നമുക്കൊരു അപ്രോക്സിമേറ്റ് 100 ഡേയ്സ് ഞാനിപ്പോ അതിൽ കൂടുതൽ ദിവസം നമുക്ക് ബാക്കിയുള്ള എക്സാംസിന് കിട്ടുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, 100+ ഡേയ്സ് എന്തായാലും ഉണ്ട്. അപ്പൊ ഞാനൊരു 100 ഡേയ്സ്, അതായത് RRB PO തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു 100 ഡേയ്സ് ടാർഗറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എവിടുന്ന് തുടങ്ങണം. RRB ക്ലർക്കിനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം മുന്നോട്ടേക്ക് കിട്ടും അല്ലെ. നമുക്ക് ഓഗസ്റ്റ് 30 ഉള്ള എക്സാം അല്ലെ, ഓഗസ്റ്റ് 30, അതേപോലെ തന്നെ സെപ്റ്റംബർ 1st വീക്ക്. സോ നമുക്കൊരു 136 ഡേയ്സ് അപ്രോക്സിമേറ്റ് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അത്രയും ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഞാനൊരു രണ്ടും കൂടെ RRB POയും RRB ക്ലർക്കും ഒരു 1 മന്ത് ഗ്യാപ്പ് വരുന്നെങ്കിലും ഞാൻ ടോട്ടലി രണ്ടിനും വേണ്ടിയിട്ട് ഒരു 100 ദിവസം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് നോക്കാം. എന്തൊക്കെ പഠിക്കണം? അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 100 ദിവസം മതിയോ നമുക്ക് പഠിക്കാൻ? ഇന്ന് തൊട്ട് പ്രിപ്പയർ ചെയ്താൽ ഈ RRB ക്ലർക്ക് അല്ലെങ്കിൽ RRB PO ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എക്സാമിന്റെ ലെവൽ എന്താണെന്ന് അറിയണ്ടേ? RRB PO ആണെങ്കിൽ നമ്മൾ RRB PO ദാറ്റ് മീൻസ് ഓഫീസർ പോസ്റ്റ് ആണ്, പ്രൊബേഷണറി ഓഫീസർ. നമ്മൾ IBPS POയെയും അല്ലെങ്കിൽ SBI POയെയും കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ലെവൽ RRB POയ്ക്ക് ഇല്ല. നമുക്കൊരു മോഡറേറ്റ് എക്സാം പറയാം. എന്താന്ന് പറയുന്നത് നമ്മളുടെ RRB PO. പക്ഷെ നമ്മുടെ IBPS POയും അതേപോലെ തന്നെ നമ്മുടെ SBI POയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ലെവൽ RRB POയ്ക്ക് ഇല്ല. എക്സാം കമ്പാരിറ്റീവ്ലി അവരെ വെച്ച് നോക്കുമ്പോൾ ഈസി ആണ്. ഒത്തിരി ഈസി ആണെന്നല്ല, എങ്കിലും മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. നമ്മളൊരു അത്യാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത്ര ലെവലുള്ള എക്സാം അല്ല. കമ്പയർ ചെയ്യുമ്പോൾ IBPS POയും SBI POയും കമ്പയർ ചെയ്യുമ്പോൾ എക്സാമിന്റെ ലെവൽ എന്ന് പറയുന്നത് RRB POയുടെ എന്താണ്? ഏറ്റവും ലെവല് കുറവാണ് അവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ. അടുത്തത് RRB ക്ലർക്ക് വരുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം RRB ക്ലർക്ക് എന്ന് കേൾക്കുമ്പോൾ. കാരണം ഈസി എക്സാം ആണ് RRB ക്ലർക്ക്. ഈസി ടു മോഡറേറ്റ് വേണമെങ്കിൽ പറയാം, പക്ഷെ ഈസി എക്സാമാണ്. നിങ്ങൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കോ. ടോപ്പിക്ക് പഠിച്ചിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കോ. വളരെ സിമ്പിൾ എക്സാം ആണ്. നമ്മുടെ ഒരു വർഷം നടക്കുന്ന ബാങ്ക് എക്സാം എടുത്തു നോക്കിയാൽ ഏറ്റവും എളുപ്പമുള്ള എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ അത് RRB ക്ലർക്കാണ്. അപ്പൊ RRB ക്ലർക്ക് ഭയങ്കര ഈസി എക്സാം ആണ്. പക്ഷെ ഈസി എക്സാം ആയതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫ് എന്തായിരിക്കും? ഇച്ചിരി ഹൈ ആയിരിക്കും. കട്ട് ഓഫ് ഇപ്പം ഞാൻ ഇതിൽ അസ് എ ഹോൾ പറയുന്നതേ ഉള്ളൂ. കട്ട് ഓഫിന്റെ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഒരു വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ അത് ഭയങ്കര ലെങ്ത് ആകും, നിങ്ങൾക്കും പിന്നെ ഒന്നും മനസ്സിലാകില്ല. സോ കട്ട് ഓഫ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ലെവൽ അത്യാവശ്യം മനസ്സിലായല്ലോ. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ പഠിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്ന എക്സാം തന്നെയാണ് RRB POയും RRB ക്ലർക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മളുടെ ടാസ്ക് എന്താണെന്നറിയോ? സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അത് ഏത് വിഷയമാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക? സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു 40 ദിവസം എടുത്ത്, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യത്തെ ഒരു 40 ദിവസം എടുത്ത് 4 സബ്ജക്ട് നമ്മൾ പറഞ്ഞല്ലോ. 4 സബ്ജക്റ്റിൽ കറണ്ട് അഫയർ, ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ് അവിടെ നിൽക്കട്ടെ. ബാക്കി 3 സബ്ജക്റ്റ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് ഇംഗ്ലീഷ്. റീസണിങ്ങിൽ ഓരോ ടോപ്പിക്സ് ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഓരോ ടോപ്പിക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഓരോ ടോപ്പിക് ഉണ്ട്. ഫസ്റ്റ് 40 ഡേയ്സ് എടുത്ത് ഇന്ന് തൊട്ട് തുടങ്ങിക്കോ, അല്ലെങ്കിൽ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തോ. ഇന്നാണ് ഏറ്റവും നല്ല ദിവസം. അതായത് നമ്മൾ ആദ്യത്തെ 40 ദിവസം എടുത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ റീസണിങ്ങിന്റെ ഓരോ കേസും ഞാൻ പറയാം. നമ്മൾ ഓരോ ടോപ്പിക്കും ബേസിക് കോൺസെപ്റ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു വളരെ കുറച്ച് സമയവും കൂടുതൽ ക്വസ്റ്റ്യനുമാണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എക്സാമിന്റെ ടൈമിൽ പറ്റണമെങ്കിൽ ആ ചോദിക്കുന്ന ചോദ്യം വ്യക്തമായിട്ട് നമുക്ക് അറിയാമായിരിക്കണം. നമുക്ക് ആലോചിച്ചിരിക്കാനുള്ള സമയമില്ല. ദാറ്റ് മീൻസ് ആ കോൺസെപ്റ്റ് എന്തായിരിക്കണം? ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എക്സാമിന് നമുക്കത് ചെയ്യാൻ പറ്റൂ. അപ്പൊ കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക എല്ലാ സബ്ജക്റ്റിന്റെയും. അവിടെ നിങ്ങൾ ടൈമർ ഒന്നും വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾ കോൺസെപ്റ്റിൽ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ 40 ദിവസം എടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസിക് ക്ലിയർ ആക്കണം ഓരോ സബ്ജക്റ്റിന്റെയും. അപ്പൊ നമുക്ക് ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാ ചെയ്യേണ്ടത്, ഈ 40 ഡേയ്സിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ എന്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ കടക്കാം. റീസണിങ്. അസ് എ
ഹോൾ ഞാൻ റീസണിങ്ങിന്റെ ഒരു കംപ്ലീറ്റ് സിലബസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്, എന്റെ സബ്ജക്ട് ആയതുകൊണ്ട്. നോക്കാം നമുക്കിത് പ്രിലിംസിന്റെ ആണ് ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചേക്കുന്നത്. മെയിൻസിന്റെ എന്താണെന്നുള്ളത് പറയാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പ്രിലിംസിന് എന്ത് പഠിക്കണം, മെയിൻസിന് എന്ത് പഠിക്കണം എന്നൊക്കെയുള്ള വേറെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും കണ്ടു നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് റീസണിങ് സെക്ഷനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മിസ്ലേനിയസ് സെക്ഷൻ എന്നും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന 2 സെക്ഷൻ ആക്കിയും തിരിക്കാം. അതായത് മിസ്ലേനിയസിനകത്തിൽ കുറെ അധികം ടോപ്പിക്സ് ഉണ്ട്, ആൻഡ് ഓൾസോ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒറ്റ ടോപ്പിക് ആണ്. അതിൽ എന്തൊക്കെ ചോദിക്കും എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന് കൊമ്പുണ്ടോ, അവരെ എന്തിനാ സെപ്പറേറ്റ് കൊടുത്തേക്കുന്നത്, ഇവരുടെ കൂട്ടത്തിൽ കൊടുത്താൽ പോരായിരുന്നോ? ആൾക്ക് കൊമ്പുണ്ട്. ആളാണ് നമ്മളുടെ റീസണിങ്ങിലെ രാജാവ്. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിനാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ മിസ്ലേനിയസ് പഠിക്കണ്ടായോ? അതും പഠിക്കണം. കാരണം അതിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. എസ്പെഷ്യലി RRB ക്ലർക്കില് 40 ക്വസ്റ്റ്യന് നമുക്ക് 25 മിനിറ്റിൽ വളരെ സുഖമായിട്ട് ചെയ്യാം. നല്ല രീതിയിൽ പ്രാക്ടീസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് സമയം അധികം വരും. പ്രാക്ടീസ് ഉള്ള ആളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്ക് ആദ്യം മിസ്ലേനിയസ് ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ്, ഇൻഇക്വാളിറ്റി, ബ്ലഡ് റിലേഷൻ, കോഡിംഗ് ഡീകോഡിംഗ്, ആൽഫ ന്യൂമറിക് സീരീസ് ആൻഡ് സിലോജിസം. ഈ 6 ടോപ്പിക്കും മിസ്ലേനിയസിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെല്ലാത്തിലും നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക. ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിന് അതിന്റെ ബേസ് എന്താണ്, അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പ്രിലിംസിന് ഏതൊക്കെ ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്നിട്ട് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട് അതിന്റെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻഇക്വാളിറ്റി, അതേപോലെ തന്നെ കോഡിംഗ് ഡീകോഡിംഗ്. ഇപ്പൊ കോഡിംഗ് ഡീകോഡിംഗ് എടുത്താൽ ചൈനീസ് കോഡിംഗ് മാത്രമാണ് പ്രിലിംസിന് ചോദിക്കുന്നത്. പക്ഷെ ഇത് പഠിച്ചൊരാൾക്ക് മാത്രമേ അറിയൂ പ്രിലിംസിന് ചൈനീസ് കോഡിംഗ് മാത്രമേ ചോദിക്കൂ എന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ആൽഫ ന്യൂമറിക് സീരീസ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ, RRB ക്ലർക്കിന്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. അത്രയ്ക്ക് സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ്. ഇതിന്റെ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. ദെൻ സിലോജിസം. ഇവിടെ ഇൻഇക്വാളിറ്റിയുടെ വീഡിയോ, അതേപോലെ തന്നെ ബ്ലഡ് റിലേഷന്റെ ബേസ് എന്താണ്, ദെൻ ചൈനീസ് കോഡിംഗ് ഡീകോഡിംഗ് എങ്ങനെ വളരെ വേഗത്തിൽ ചെയ്യാം, ചൈനീസ് കോഡിംഗ് ആൻഡ് സിലോജിസം. ഇത് 4 ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അത് കാണാം. അതിന്റെ ബേസ് എല്ലാ ബേസും പറഞ്ഞിട്ടുണ്ട്. ബേസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം ഈ മിസ്ലേനിയസ് ടോപ്പിക്സ് വേണം നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ. അതിൽ സിലോജിസം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നത് തന്നെ നമുക്ക് മെയിൻസിന് അത്യാവശ്യം വരും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പസിൽസ് തന്നെ ബോക്സ് ബേസ്ഡ് ഉണ്ട്, ഫ്ലോർ ബേസ്ഡ് ഉണ്ട്, മന്ത് ആൻഡ് ഡേ ബേസ്ഡ്, ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ ബേസ്ഡ്, ഓർഡർ ആൻഡ് റാങ്കിംഗ് ബേസ്ഡ്, പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ ബേസ്ഡ്, ആൻഡ് ടാബുലർ പസിൽ, സാലറി ബേസ്ഡ് പസിൽ, കളർ ബേസ്ഡ് പസിൽ, അങ്ങനെ കുറെ പറയാം. ഈ പസിൽസ് എന്ന് പറഞ്ഞാലേ നമ്മളെ കൺഫ്യൂസ് ആക്കുക. ടു കൺഫ്യൂസ് എന്ന അതിന്റെ മീനിങ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും തിരിച്ചും കുറേ അധികം സെന്റൻസസ് തരും. അത് വായിച്ച് മനസ്സിലാക്കി കറക്റ്റ് അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കണം. ബോക്സസിന്റെ അറേഞ്ച്മെന്റ്, ഫ്ലോറിന്റെ അറേഞ്ച്മെന്റ്, അതേപോലെ തന്നെ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സ്ക്വയർ ആൻഡ് റെക്ടാംഗുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് ട്രയാംഗുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. എങ്ങനെയാണ് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, സർക്കുലർ എങ്ങനെ വളരെ വേഗത്തിൽ ചെയ്യാം, ഇതെല്ലാം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതേ സൈലം ബാങ്കിങ്ങിന്റെ ചാനലിൽ നിങ്ങൾ റീസണിങ്ങിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിൽ ഈ ടോപ്പിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പസിൽസ് ആണെങ്കിലും ഡിഫറെന്റ് ഫ്ലോർ ബേസ്ഡ്, ബോക്സ് ബേസ്ഡ് പസിൽസ് ഒക്കെ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റീസണിങ്ങിന്റെ പ്ലേലിസ്റ്റ് നോക്കാവുന്നതാണ്, താഴേക്ക് വീഡിയോസ് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓരോ ടോപ്പിക്സും എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഓരോ ടോപ്പിക്സും നല്ല രീതിയിൽ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് വിത്തൗട്ട് ടൈമർ. നിങ്ങൾ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ടൈമർ യൂസ് ചെയ്യരുത്. സ്പീഡിന്റെ പുറകിന് ഓടണ്ട, സ്പീഡിനെ പറ്റി ചിന്തിക്കണ്ട. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം മിനിമം 10 പസിൽസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മിനിമം ആണ് ഞാൻ പറഞ്ഞത്. 10+, 15 to 20 പസിൽസ് വരെ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാം. ആൻഡ് ഓൾസോ പാരലൽ ആയിട്ട് നിങ്ങൾ മിസ്ലേനിയസ്, അതും നമുക്ക് സ്മാർട്ട് വർക്കാണ് വേണ്ടത്. വളരെ വേഗത്തിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ആ അപ്രോച്ചിൽ പഠിച്ചെങ്കിൽ മാത്രമേ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ വേഗത്തിൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിലിംസ്. ഇത്രയുമാണ് നമുക്ക് പ്രിലിംസ്. ഇതിനപ്പുറത്തേക്ക് ചോദിക്കില്ല. അപ്പൊ മെയിൻസിലേക്ക് വരുമ്പോൾ അത് ഞാൻ പറയാം. ആ മെയിൻസിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. അതല്ലേ ഇച്ചിരി കൂടെ ബെറ്റർ.
അപ്പൊ ഇത്രയാണ് നമ്മള് പ്രിലിംസ്. അപ്പൊ ഇനി മോക്ക് ടെസ്റ്റിലേക്ക് വരാൻ ഞാൻ. അപ്പൊ നമ്മൾ ഈ 40 ദിവസം എടുത്ത് ശ്രദ്ധിക്കുക, ഈ ആദ്യത്തെ 40 ഡേയ്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? സിലബസ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ? എന്താ നമ്മൾ പറഞ്ഞത്? 40 ദിവസം എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ടൈമർ ഒന്നും വെക്കാതെ എല്ലാ ടോപ്പിക്കിൽ നിന്നും എനിക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? മോക്ക് ടെസ്റ്റിൽ തന്നെ സെക്ഷണൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്താ പറഞ്ഞത്? സെക്ഷണൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്തോ ഈ സെക്ഷണൽ ടെസ്റ്റ്? ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രിലിംസിന് ആരാ ഉള്ളത്? റീസണിങ് ക്വാണ്ടും മാത്രമാണ് ഉള്ളത് അല്ലെ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, റീസണിങ്ങും 40 ക്വസ്റ്റ്യൻ 25 മിനിറ്റ്. അപ്പം റീസണിങ് മാത്രം 40 ക്വസ്റ്റ്യൻ 25 മിനിറ്റിലുള്ള സെക്ഷണൽ ടെസ്റ്റ് ഉണ്ടാവും. ക്വാണ്ടിന്റെയും അതേപോലെ തന്നെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാം. സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പൊ 40 ക്വസ്റ്റ്യൻ റീസണിങ് ചെയ്തു, 25 മിനിറ്റ്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നോക്കാം. ചിലപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ തുടക്കക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 15ഓ 20ഓ മാർക്കേ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പസിലും കിട്ടിയിട്ടുണ്ടാകത്തില്ല. അപ്പൊ റിയലൈസ് ചെയ്യണം, എന്റെ വീക്ക് ഏരിയ പസിലാണ്, എനിക്ക് കോൺസെപ്റ്റ് ഒക്കെ അറിയാമെങ്കിലും എനിക്ക് സ്പീഡ് കിട്ടുന്നില്ല, ആ 25 മിനിറ്റിൽ ചെയ്യാൻ എനിക്ക് സ്പീഡ് കിട്ടുന്നില്ല എന്നുള്ളത് സ്വയം നിങ്ങൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക, റിയലൈസ് ചെയ്യുക. അങ്ങനെ രണ്ടിന്റെയും സെക്ഷണൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ആഫ്റ്റർ 40 ഡേയ്സ്. അങ്ങനെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. വീക്ക് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതെന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വീക്ക് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? എന്നിട്ട് അപ്പം നിങ്ങൾ സെക്ഷണൽ ചെയ്ത് വീക്ക് ഏരിയയും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ സെക്ഷണൽസ് ഓക്കെ ആകും. ദെൻ എന്തിലേക്ക് കടക്കുക? ഫുൾ ലെങ്ത് മോക്കിലേക്ക് കടക്കുക. ഓക്കെ, ഫുൾ ലെങ്ത് മോക്ക് മാത്രം ചെയ്താൽ പോരാ, അത് എന്തും ചെയ്യണം, അനാലിസിസും ചെയ്യണം, അത് അനലൈസ് ചെയ്യണം. എനിക്ക് ഫുൾ ലെങ്ത്തിന് എത്ര മാർക്ക് കിട്ടി? ചിലപ്പോൾ നിങ്ങൾ 80-ലായിരിക്കും ചെയ്യുക, ചിലപ്പോൾ നിങ്ങൾക്ക് 50 കിട്ടിയിട്ടുള്ളായിരിക്കും PO ചെയ്തപ്പോൾ. എവിടെയാണ് എൻ്റെ മാർക്ക് പോയത്? ഏത് ഏരിയ ആണ് എനിക്ക് വീക്ക്? അപ്പൊ സെക്ഷണൽ ചെയ്ത് ഓക്കെ ആയ ഒരാളെ സംബന്ധിച്ച് ഫുൾ ലെങ്ത് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്ററാണ്. മെജോറിറ്റി ആസ്പിറൻസും ഈ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാറില്ല, പക്ഷെ സെക്ഷണൽ ടെസ്റ്റ് ആണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോപ്പിക് ടെസ്റ്റ് ചെയ്യും, ഓരോ ടോപ്പിക്കും എടുത്ത് പഠിക്കും. ആ ടോപ്പിക്ക് മുഴുവൻ ആയി കഴിയുമ്പോൾ നമ്മൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യും, ദെൻ ഫുൾ ലെങ്ത് മോക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രിലിംസ് അത്യാവശ്യം ഓക്കെ ആകും. അപ്പൊ ഒരു നെക്സ്റ്റ് ഒരു 40 to 45 അല്ലെങ്കിൽ 40 ഒരു 50 ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഒരു കാര്യം സെറ്റ് ആകും. ഈ മോക്ക് ഇപ്പൊ നിങ്ങൾ ടോപ്പിക് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാനും ഫുൾ ലെങ്ത് മോക്ക് ചെയ്യാനും അത് അനാലിസിസ് ചെയ്യാനും എല്ലാം കൂടെ ഒരു 3 hours മതിയാകില്ലേ? പോരെ? ബാക്കി സമയം നിങ്ങൾ പാരലലായി എന്ത് ചെയ്യണം? മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഫസ്റ്റ് 40 ഡേയ്സിൽ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു, ദെൻ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആ സെക്ഷണൽ ടെസ്റ്റ് ചെയ്ത് അത് അനലൈസ് ചെയ്യുന്നു, ദെൻ ആഫ്റ്റർ നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. പക്ഷെ ഈ സമയം നിങ്ങൾ ആ സെക്ഷണൽ ടെസ്റ്റ് രാപകല് നമ്മൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുവല്ല, രാപകല് നമ്മൾ ഫുൾ ലെങ്ത് മോക്ക് ചെയ്യല്ല. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ പാരലൽ ആയിട്ട് ആ ഒരു 40 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റീസണിങ്ങിലേക്ക് വന്നപ്പോൾ ഇത് ഇത്രയും ഞാൻ പ്രിലിംസിന്റെ ടോപ്പിക്സാ പറഞ്ഞത് അല്ലെ? ഇതേപോലെ തന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ സാധാ ഡയറക്ഷൻ ടെസ്റ്റ് ആണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ മെയിൻസിലേക്ക് കോഡഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഡയറക്ഷൻ ടെസ്റ്റ് നന്നായി പഠിച്ച ഒരാളെ സംബന്ധിച്ച് കോഡഡ് ഡയറക്ഷൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അത് പ്രാക്ടീസ് ചെയ്യുക ഓരോ ദിവസവും. ദെൻ ബേസിക് ഇൻഇക്വാളിറ്റി ആണ് പ്രിലിംസിനെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ കോഡഡ് ഇൻഇക്വാളിറ്റി ആണ്. അതിന്റെയും വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. വളരെ ഈസി ആയിട്ട് എങ്ങനെ കോഡഡ് ഇൻഇക്വാളിറ്റി കണ്ടുപിടിക്കാന്ന്. ദെൻ ബ്ലഡ് റിലേഷൻ, സാധാ ബ്ലഡ് റിലേഷൻ ആണെങ്കിൽ കോഡഡ് ബ്ലഡ് റിലേഷൻ ആയിരിക്കും മെയിൻസിന് ചോദിക്കുക, അത് അടുത്തിടെ കവർ ചെയ്യുക. അപ്പൊ ബേസ് ഉറപ്പാണെങ്കിൽ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ പ്രാക്ടീസ് വേണം, എങ്കിലേ നമുക്ക് ആ ഒരു സ്പീഡ് ഉണ്ടായിരിക്കത്തുള്ളൂ. ദെൻ ആൽഫ ന്യൂമറിക് സീരീസും അതേപോലെ തന്നെ മെയിൻസിന് വേറെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട്, ഡേറ്റ സഫിഷ്യൻസി, ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, ക്രിട്ടിക്കൽ റീസണിങ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മെയിൻസിന്റെ സിലബസ് ചെയ്ത വേറൊരു വീഡിയോ ഉണ്ട്. ഇതിലെല്ലാം കൂടെ പറഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ ആസ് എ ഹോൾ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം. ഓക്കെ, മെയിൻസിന്റെ കുറേ ടോപ്പിക്സ് ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്.
ദെൻ സിലോജിസം. സാധാ സിലോജിസം ആണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ റിവേഴ്സ് സിലോജിസം, കോഡഡ് സിലോജിസം ആയിരിക്കും മെയിൻസിലേക്ക് വരിക. ബേസിക് സിലോജിസവും ചോദിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഈ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ തന്നെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻസിൽ വരിക. നമുക്ക് പ്രിലിംസിന് 1 വേരിയബിൾ or 2 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ 3 വേരിയബിൾ, 4 വേരിയബിൾ ആൻഡ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹൈ ലെവൽ പസിൽസ്, സൂപ്പർ പ്രാക്ടീസ് വേണ്ട സെഷൻ ആണ് നമ്മളുടെ റീസണിങ്. ക്വാണ്ട് പോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് റീസണിങ്. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ്, ഏറ്റവും സ്കോറിംഗ് സബ്ജക്റ്റും റീസണിങ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ 40 ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം? മെയിൻസിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഓരോ ടോപ്പിക്, ഇപ്പൊ ഞാൻ റീസണിങ്ങിന്റെ കേസ് പറഞ്ഞില്ലേ, കോഡഡ് ഡയറക്ഷൻ, കോഡഡ് ബ്ലഡ് റിലേഷൻ, കോഡഡ് സിലോജിസം, ഇതിങ്ങനെ പഠിച്ച് ഓരോ ടോപ്പിക്കും പാരലൽ ആയിട്ട് ഡെയിലി ബേസിസിൽ ഒരു മെയിൻസ് ലെവൽ പസിൽ, നമ്മൾ പ്രിലിംസ് പസിൽ ചെയ്തതുപോലെ തന്നെ മെയിൻസ് പസിൽസും നമ്മൾ എന്ത് ചെയ്യണം? കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ അതേപോലെ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻപുട്ട് ഔട്ട്പുട്ട്, അതും എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ ഞാൻ ബേസ് ക്ലാസ്സസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആദ്യമായി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ഇതുവരെ കേൾക്കാത്ത എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും ഇപ്പം എന്ത് ചെയ്യണം. അപ്പം നിങ്ങളിപ്പം അപ് ടു 40 ഡേയ്സിന് ശേഷം നിങ്ങളുടെ പ്രിലിംസ് സ്ട്രോങ് ആക്കുകയും മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ 40 to ഒരു 50-55 ഡേയ്സിൽ, ബാക്കിയുള്ള ഒരു 15 ദിവസത്തിൽ നിങ്ങൾ അത്യാവശ്യം മോക്കൊക്കെ ചെയ്ത് എനിക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഡെയിലി. നിങ്ങൾ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു മോക്ക് ചെയ്യുക, ബാക്കി മുഴുവൻ സമയവും എന്തിൽ സ്പെൻഡ് ചെയ്യുക? മെയിൻസ് പ്രിപ്പറേഷനിൽ സ്പെൻഡ് ചെയ്യുക. നമുക്ക് RRB ക്ലർക്കിന് മാത്രമാണ് ഒരു 70 ഡേയ്സ് ഗ്യാപ്പ് മെയിൻസിന് കിട്ടുക. RRB POയ്ക്ക് അത്രയില്ല, ഒരു 1.5 മാസത്തെ ഗ്യാപ്പേ നമുക്ക് കിട്ടൂ. സോ മെയിൻസ് നമ്മൾ പാരലൽ ആയിട്ട് ഇവിടെ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ ആ സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം ഇല്ല. ഓക്കെ, യെസ്. ഇപ്പൊ ഞാൻ റീസണിങ്ങിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ചെയ്യണം. ഓൾറെഡി ഹരിസാറ് എങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ നോക്കാം. ഇവിടെ ഞാൻ അസ് എ ഹോൾ എല്ലാം കൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ നമുക്ക് 3 സെക്ഷൻ ആക്കി തിരിക്കാം. നമുക്ക് 3 സെക്ഷൻ ആക്കി, സ്പീഡ് മാത്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനും ദെൻ DI ആൻഡ് അരിത്തമെറ്റിക്, അല്ലെ? അപ്പൊ സ്പീഡ് മാത്സിൽ നമ്മളുടെ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ, നമ്പർ സീരീസ്, അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പിന്നെ DI ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ അരിത്തമെറ്റിക്. ഇത് 3 സെക്ഷനും നിങ്ങൾ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക? സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യത്തെ 40 നമ്മൾ ഒരു വിഷയം മാത്രമല്ല 3 വിഷയം അവിടെ കംപ്ലീറ്റ് ചെയ്യണം. അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വീഡിയോ ഹരിസാറ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക. അപ്പോൾ സ്പീഡ് മാത്സിൽ നമ്മൾ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക, അല്ലെ? വളരെ വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് അത് വളരെ വേഗത്തിൽ ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്പർ സീരീസ് പ്രാക്ടീസ് ചെയ്യുക, സിംപ്ലിഫിക്കേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. DI തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അതെല്ലാം ഓരോന്നായിട്ട് ചെയ്ത് പഠിക്കുക. അരിത്തമെറ്റിക്കിലെ ഓരോ ടോപ്പിക്കും സ്ട്രോങ് ആക്കുക. പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അല്ലെങ്കിൽ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ഓരോ ടോപ്പിക്കും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ടോപ്പിക്ക് മനസ്സിലാക്കിയതിനു ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. ദെൻ ഫുൾ ലെങ്ത് മോക്ക് ചെയ്യുക. പാരലൽ ആയിട്ട് മെയിൻസ് ലെവൽ DI, മെയിൻസ് ലെവൽ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആ 40 ഡേയ്സിന് ശേഷം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്വാണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കും സിലബസും സാറിന്റെ വീഡിയോ കണ്ടാൽ മതി. ദെൻ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് നന്നായിട്ട് വായിക്കുക, ആൻഡ് ഓൾസോ ഏറ്റവും കൂടുതൽ കറക്കി കുത്താൻ നമുക്ക് ടെൻഡൻസി ഉള്ള ഒരു സബ്ജക്റ്റും ഇംഗ്ലീഷാണ്. സോ ആ ഇംഗ്ലീഷിന്റെ ബേസിക് കോൺസെപ്റ്റ്സും ഓരോ ടോപ്പിക്കും, ഇപ്പോൾ ക്ലോസ് ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ RC ചെയ്യാനുള്ള എളുപ്പമുള്ള മെത്തേഡ് ആയിക്കോട്ടെ, എന്താണ് ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് സിലബസ് എന്നുള്ളത് രേവതി മിസ് നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് സിലബസ് ഓഫ് റീസണിങ്, എല്ലാ ബാങ്ക് എക്സാമിന്റെ സിലബസ് സെയിമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാം. ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മിസ് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡെയിലി വായിക്കുക, എസ്പെഷ്യലി എഡിറ്റോറിയൽസ്. ഡെയിലി വായിക്കുക എഡിറ്റോറിയൽ.
വായിക്കുന്നതിലാണ് നമ്മളുടെ, അപ്പം നമ്മൾ വായിക്കുന്നതിലൂടെ തന്നെ നമ്മളുടെ റൂൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. രേവതി മിസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതും എന്ത് ചെയ്യുക, ഇംഗ്ലീഷിന്റെയും സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഫുൾ ലെങ്ത്തിൽ വരുമ്പോഴത്തേക്കിന് 3 സബ്ജക്റ്റ് ഓൾറെഡി വരും. ഇനിയാണ് നമ്മളുടെ ജനറൽ അവയർനെസ് ആൻഡ് ബാങ്കിങ് അവയർനെസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇന്ന് തൊട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ മെയിൻസ് എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ് RRB POയുടേത്. അപ്പൊ ഏപ്രിൽ മുതലുള്ള കറണ്ട് അഫയേഴ്സ് എന്തായാലും നമുക്ക് വേണം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ ഇന്ന് മുതൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കുക. കാരണം ഒറ്റ സുപ്രഭാതത്തിൽ ഈ 6 മാസത്തെ കറണ്ട് അഫയേഴ്സും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് അനുശ്രീ മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ട് നിങ്ങൾ ഒരു ബുക്കിൽ നോട്ടാക്കാം. ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്റെ സബ്ജക്ട് ആയതുകൊണ്ടാണ് ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെയും ഇംഗ്ലീഷിന്റെയും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെയും ഹരിസാറിന്റെയും രേവതി മിസ്സിന്റെയും അനുശ്രീ മിസ്സിന്റെയും വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതി വെക്കുക. ഏതൊക്കെ ടോപ്പിക്കാണ് എനിക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് അത് നമ്മുടെ ബാങ്ക് എക്സാംസ് ആകുമ്പോൾ ബാങ്കിങ് അവയർനെസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. ഇൻഷുറൻസ് എക്സാം ആകുമ്പോൾ ഇൻഷുറൻസ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരിക. ഓക്കെ, ഇനി പവർ ഓഫ് റിവിഷൻ ആൻഡ് പ്രാക്ടീസ്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മുടെ ബാങ്ക് എക്സാം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ആണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട സബ്ജക്ട് കറണ്ട് അഫയേഴ്സ് ആണ്. ബാക്കി 3 സബ്ജക്റ്റും ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ക്വാണ്ട് ആണെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെയും ചില ഫോർമുലാസ് ഉണ്ടായിരിക്കും, ഈസി ടിപ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ ഇങ്ങനെ റിവൈസ് ചെയ്യുക. കണ്ടിന്യൂസ്ലി നിങ്ങൾ അങ്ങനെ റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഓക്കെ, ദെൻ അപ്പൊ ഈ പറഞ്ഞതെല്ലാം ഒന്നും കൂടെ ഒന്ന് പറയാം. ആദ്യത്തെ 40 ദിവസം നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ടൈമറിനെ പറ്റിയിട്ടോ സ്പീഡിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കേണ്ട. ദെൻ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിന്റെയും സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കുക, അതിൽ നന്നായിട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഫുൾ ലെങ്ത് മോക്ക് ചെയ്യുക. മോക്ക് ചെയ്താൽ മാത്രം പോരാ. ഒരു മോക്ക് ചെയ്തു, മാർക്ക് കുറഞ്ഞു, ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അടുത്ത മോക്ക് ചെയ്യുന്നതിലല്ല കാര്യം. ആ ചെയ്ത മോക്ക് നന്നായിട്ട് അനലൈസ് ചെയ്യണം. എന്റെ വീക്ക് ഏരിയ ഏതാണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. ദെൻ പാരലൽ ആയിട്ട് മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോണം ഫോർ ദി നെക്സ്റ്റ് 20 days or 25 days or 30 days. ദെൻ മെയിൻസ് സെക്ഷണൽ സ്റ്റാർട്ട് ചെയ്തോണം. നമ്മൾ മെയിൻസിന്റെ മോക്കിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പൊ മെയിൻസിന്റെ മോക്കും അതിനുശേഷം മെയിൻസിന്റെ ടോപ്പിക്സ് കുറെ പ്രാക്ടീസ് ചെയ്തിട്ട് മതി കേട്ടോ. കുറെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ മെയിൻസിന്റെ സെക്ഷണൽ മോക്ക് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്, ലാസ്റ്റ് 20 days പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇന്ന് തൊട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്. നമുക്കിപ്പോ RRB PO ജൂലൈ 27 അപ്പൊ നിങ്ങൾ ഒരു ജൂലൈ 10 അല്ലെങ്കിൽ 15 തൊട്ട് നോക്കുമ്പോൾ 15, 10, 25 അല്ല, നമ്മളൊരു ജൂലൈ 10 തൊട്ടെടുത്തോ. ജൂലൈ 10 തൊട്ട് മെയിൻസിന്റെ പ്രിപ്പറേഷൻ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പ്രിലിംസിന്റെ ടോപ്പിക്സ് മാത്രം നമ്മൾ പഠിച്ച് റിവൈസ് ചെയ്ത കാര്യങ്ങളെല്ലാം വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യുക. പ്രിലിംസിന്റെ മോക്ക് ചെയ്യുക ഡെയിലി ബേസിസിൽ. ലാസ്റ്റ് 20 days കാര്യമായി പറയുന്നത്. അല്ലാതെ നമ്മൾ 40 days കഴിഞ്ഞ് മോക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും മോക്ക് ചെയ്യണമെന്നില്ല. 2 ദിവസം 2 days അല്ലെങ്കിൽ 1 day ഗ്യാപ്പിൽ നിങ്ങൾ മോക്ക് ചെയ്താൽ മതി. ചെയ്ത മോക്കുകൾ തന്നെ പിന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, പക്ഷേ എക്സാമിന് മുന്നേ ഉള്ള ഒരു ലാസ്റ്റ് 20 days നിങ്ങൾ മെയിൻസ് ചെയ്യേണ്ട. കാരണം അത് നമ്മുടെ സ്പീഡിനെ ബാധിക്കും. നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ചതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. അത് എസ്പെഷ്യലി ക്വാണ്ടിന്റെ കേസിൽ റീസണിങ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷിലും എളുപ്പമുള്ള അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പിന്നെ പ്രിലിംസ് കഴിഞ്ഞിട്ട് മാത്രം നമുക്കൊരു 1 month ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ 1 month ഗ്യാപ്പിൽ എന്ത് ചെയ്യുക, മെയിൻസിന്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, വീണ്ടും മെയിൻസ് മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, പക്ഷെ കറണ്ട് അഫയേഴ്സ് അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഡെയിലി പഠിച്ചാൽ മാക്സിമം 1 hour മതി. 1 മണിക്കൂർ ഒരു ദിവസം കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്റെ ചോദ്യം, ഈ 100 ദിവസം ഇങ്ങനെ പഠിച്ച ഈ RRBക്ക് മാത്രമാണോ ഗുണം? അല്ല. നമ്മുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സിലബസ് ഒരുപാട് പരീക്ഷകളുമാണ്. ഈ 100 ദിവസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ബേസ് മനസ്സിലാക്കി നിങ്ങൾ സെക്ഷണലും ചെയ്ത് ഫുൾ ലെങ്തും ചെയ്ത് മെയിൻസിന്റെ ടോപ്പിക്സും കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന IBPS PO, IBPS ക്ലർക്ക്, SBA PO, SBA ക്ലർക്ക്, RB അസിസ്റ്റന്റ് ആൻഡ് ഓൾ ഇൻഷുറൻസ് എക്സാം, NIACL അസിസ്റ്റന്റ് ആൻഡ് NIACLAO, LIC AAO, LIC അസിസ്റ്റന്റ്, NIACLAO ആൻഡ് NIACL അസിസ്റ്റന്റ്
ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്ന 2025 നമ്മളെ കാത്തിരിക്കുന്ന എക്സാംസ് ആണ്. FCI അസിസ്റ്റന്റ്, അതേപോലെ തന്നെ ECGC PO, ESIC എക്സാംസ്, ഇതെല്ലാം ഈ കൊല്ലവും നമ്മൾ RBI അസിസ്റ്റന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നില്ലായിരുന്നു. സോ ഇതിനെല്ലാം ഒറ്റ സിലബസാണ്. അവിടെ നിങ്ങൾ സെറ്റ് ആയാൽ മുന്നോട്ട് പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, ബാക്കി എല്ലാ സിലബസും സെയിം ആണ്. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ ഒരു 100 ദിവസം കഷ്ടപ്പെട്ട ഈ വർഷം വരുന്ന എല്ലാ എക്സാംസും എഴുതാം. അതിലേതെങ്കിലും എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ? പക്ഷെ ഇന്ന് തൊട്ട് നിങ്ങൾ വിചാരിക്കണം. ഇന്ന് തൊട്ട് നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പൊ ജൂൺ ഫസ്റ്റ് വീക്കിൽ നമ്മുടെ RRBന്റെ നോട്ടിഫിക്കേഷൻ വരും. പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പിന്നെയും ദിവസം കുറവാണ്. ഇത്രയും കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയത്തിൽ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് 20 മിനിറ്റും 25 മിനിറ്റും ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാകണമെങ്കിൽ അത്ര അടിപൊളിയായിട്ട് ഓരോ ടോപ്പിക്കും അറിയാതിരിക്കണം, എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇനി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ പഠിക്കും, ഈ ടോപ്പിക്സ് ഒക്കെ എങ്ങനെ പഠിക്കും? നിങ്ങൾക്ക് നമ്മളുടെ കൂട്ടത്തിൽ ചേർന്ന് ഓഫ്ലൈനായും ഓൺലൈനായും പഠിക്കാം. നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് ഈ വരുന്ന ഏപ്രിൽ 23 കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് കോഴിക്കോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴിക്കോടുള്ള വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ഏപ്രിൽ 23. ഈ RRBക്ക് മുന്നേ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ്, അത് നമ്മളുടെ വാക്കാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെയാണോ നിങ്ങളോട് പഠിക്കണം എന്ന് പറഞ്ഞത് അതേ രീതിയിലായിരിക്കും നമ്മളുടെ ക്ലാസ് പോകുക. സെക്ഷണൽ ടെസ്റ്റ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, അതേപോലെ തന്നെ ഓരോ വീക്കും എക്സാംസ്. അപ്പൊ നിങ്ങളെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കണം എന്ന് നമുക്കറിയാം. നിങ്ങളെ എത്ര ബിഗിനർ ആയിക്കോട്ടെ, ഒന്നും അറിയാത്ത ആളായിക്കോട്ടെ, ഉറപ്പായിട്ടും നമ്മളുടെ കൂട്ടത്തിൽ ചേർന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ എഫേർട്ട് ഇടണം, എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ആയി പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്ലാസ് 23 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് 6 മാസം കൊണ്ട് നിങ്ങൾക്കറിയാം സിലബസ് കംപ്ലീറ്റ്ലി തീരും അല്ലെ. 6 മാസം കൊണ്ട് നമുക്കൊരു ജോലി നേടാം. 6 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ്ലി തീർന്ന് പ്രാക്ടീസും കഴിയും. പക്ഷെ നമ്മൾ അത് മാത്രമല്ല, നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ അടുത്ത 3 മാസം നിങ്ങൾക്ക് ഇന്റൻസീവ് പ്രാക്ടീസ് സെക്ഷൻ ആയിരിക്കും നമ്മൾ തരിക. അത് തന്നെ നമ്മുടെ ബാച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ തന്നെ നമുക്ക് IBPS ക്ലർക്കിനും IBPS POയുടെ മെയിൻസിനും ഒക്കെയുള്ള കംപ്ലീറ്റ് പ്രാക്ടീസും അതിലൂടെ കഴിയും അല്ലെ. പിന്നെ നിങ്ങൾക്ക് ഈ സിലബസിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു എക്സാമും നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ 23 മറക്കണ്ട. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദിക്കും നമുക്ക് ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ, നമുക്ക് ഓൺലൈൻ ബാച്ചസ് ഇല്ലേ? യെസ്, ഓൺലൈൻ ബാച്ച് ഉണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്നത് റിപ്പീറ്റേഴ്സ് ബാച്ച് ആണ്. എന്താ ഈ റിപ്പീറ്റേഴ്സ് ബാച്ച്? നമ്മൾ ഓൾറെഡി ഇന്നലെ നമ്മുടെ ലോഞ്ച് പോയിട്ടുണ്ടായിരുന്നു. അതായത് ബേസ് ഒക്കെ അത്യാവശ്യം അറിയാം, ഞങ്ങൾക്ക് ബേസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, അതായത് ഞങ്ങൾക്ക് സ്പീഡില്ല. ഞങ്ങൾക്ക് ടോപ്പിക്സ് ഒക്കെ അത്യാവശ്യം അറിയാം, ഇന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ട, ബേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം. പക്ഷേ ഞങ്ങൾക്ക് സ്പീഡ് കുറവാണ്, പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മെയിൻസ് കിട്ടുന്നില്ല, ഞങ്ങൾ എത്ര പഠിച്ചിട്ടും പ്രിലിംസ് ഞങ്ങൾക്ക് എത്തുന്നേ ഇല്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ ആയിട്ട് ഈ വരുന്ന ഏപ്രിൽ 24 നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ് ഇപ്പൊ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിന്റെ ബേസ് പറയുമോ? ഉറപ്പായിട്ടും പറയും, അത് നിങ്ങൾ സംശയിക്കണ്ട. ഇപ്പം റീസണിങ്ങിന് ഇൻഇക്വാളിറ്റി ഞാൻ ചുമ്മാ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല, ഇത് ഇന്നതാണ്, ഇന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതേ നിങ്ങൾക്ക് വരൂ, ഇതാണ് പഠിക്കേണ്ടത്, ഈ ടൈപ്പ് ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ കംപ്ലീറ്റ് പ്രാക്ടീസ് സെറ്റ്, ഓരോ ടോപ്പിക്കിന്റെ പ്രാക്ടീസ് പോയിട്ടായിരിക്കും നമ്മൾ പ്രിലിംസിന്റെ സെക്ഷണൽ ടെസ്റ്റ് പോലെ തന്നെ പ്രാക്ടീസ് പോകും. അതേപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണോ റിയൽ എക്സാം ലെവൽ ക്വസ്റ്റ്യൻസും ആയിട്ടായിരിക്കും നമ്മൾ 4 പേരും നിങ്ങളുടെ അടുക്ക വരിക. ഓക്കെ, ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഓഫ്ലൈൻ ബാച്ച് ലോഞ്ച് ചെയ്ത ടൈമിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ടോ? യെസ്, അതൊരു ബിഗ് സർപ്രൈസ് ആണ്. നമ്മളുടെ ഓഫ്ലൈൻ ബാച്ചിലും നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആയിട്ട് പഠിക്കേണ്ടവർക്ക് ഈ ഏപ്രിൽ 24 നിങ്ങൾക്ക് നമ്മളുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ബാച്ചിന്റെ ഡീറ്റെയിൽസിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നമ്പർ ഉണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ചോദിക്കും ഓൺലൈനിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് അല്ല, നമ്മൾ ഈ 2025 എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് നേരത്തെ നമ്മളുടെ അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്തോ. അതിന്റെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. നിങ്ങൾ റെക്കോർഡഡ് സെഷൻസ് കണ്ട് വേഗത്തിൽ ലൈവിൽ വരാൻ റെഡിയാണോ?
ഒരു വിഷയവും ഇല്ല. കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ 4 പേരും ക്ലാസ്സസ് എടുത്ത് പോയിട്ടുള്ളത്. റീസണിങ് ആയിക്കോട്ടെ, റീസണിങ് ഇപ്പം നമ്മുടെ മിസ്ലേനിയസ് കഴിഞ്ഞ് പസിൽസിലേക്ക് കടന്നു. അപ്പൊ നിങ്ങൾ ഇച്ചിരി എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ മതി. നിങ്ങൾ ഈ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിലെ ഓരോ ക്ലാസ്സസും കണ്ട് അതാത് ദിവസം ലൈവിൽ വരിക. ബാക്കി പെൻഡിങ് ഉള്ളത് റെക്കോർഡഡ് സെഷൻസ് വളരെ വേഗം കണ്ടു തീർക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച് എടുത്താൽ മതി. ഇനി RRBക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബാച്ച് തുടങ്ങുന്നുണ്ട്. അതൊക്കെ വഴിയേ പറയാം. ഇപ്പൊ നമുക്ക് നിലവിലുള്ള ഓൺലൈൻ ബാച്ച് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച് ആണ്. നിങ്ങൾക്ക് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച് എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് ബേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച് എടുക്കണ്ട, നിങ്ങൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, എങ്കിൽ ഇതെന്റെ ടെലഗ്രാം ചാനലാണ് റീസണിംഗ് വിത്ത് അഞ്ജു. കംപ്ലീറ്റ് ബാങ്ക് എക്സാംസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കിട്ടുന്നതാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ ടെലഗ്രാം ചാനൽ ത്രൂ നിങ്ങൾക്ക് ഫ്രീ ക്വസ്റ്റ്യൻസ്, ഫ്രീ പസിൽസ് അല്ലെങ്കിൽ ക്വിസസ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി ഇനി കിട്ടുന്നതായിരിക്കും. സോ റീസണിംഗ് വിത്ത് അഞ്ജു എന്ന് പറയുന്ന എന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഒരു ബാങ്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. നമുക്കിനി വരുന്ന വീഡിയോസിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.